നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തവിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. ഈ 4 പാട്ടുകൾ ചെയ്തതിലത്തെ കൽപ്പതാർത്ഥം ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ജനം സ്വീകരിച്ചു. അതിലെന്നെ തളച്ചിട്ടു. അതാണ് സത്യം. അതിനുശേഷം ഉണ്ടായ പാട്ടുകളൊക്കെ ഈ പാട്ടിൻ്റെ കെയർ ഓഫിലാണ് അതൊക്കെ വന്നത്. ഒരു നോട്ട് ബുക്കിൽ ഒരു 10-200 പേജ് പുസ്തകത്തിൽ ഒരു പാട്ടിൻ്റെ പല്ലവി നമ്മൾ സെലക്ട് ചെയ്യാൻ പോണ 10 പാട്ട് വേണം. 10 പാട്ടുകളിൽ പ്രേമാണല്ലോ. ഒരു പാട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 5-6 പല്ലവികൾ എഴുതുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവിക്കുന്നുണ്ടായിട്ടില്ല. അങ്ങനെ എഴുതുകാനായിട്ട് വൈദ്യു സാറും ഒക്കെ കോടികളാണ്. പക്ഷേ ഇങ്ങനെ അനുഭവത്തിലല്ലത്. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. അഴിച്ചിട്ട കരിമുടിക്കിടയിൽ മിന്നും അഴകുറ്റ നിൻമുഖമായിരുന്നു. അതൊരു അപൂർവ ദർശനമായിരുന്നു. സാറ് അപാരമുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ വിദ്യ ഞാനും അതിൻ്റെ സെലക്ട് ചെയ്താൽ അദ്ദേഹം. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ ഹാരവുമായി നിൽക്കും കല്യാണരൂപരാകും കണ്ണൻ്റെ കരളിന് കവർന്ന രാധികയെപ്പോലെ കവർന്ന രാധികയെ പോലെ. മലയാളികളുടെ മനസ്സിലെ ഗ്രാമീണ സംഗീതത്തിൻ്റെ മുഖം പ്രിയപ്പെട്ട വിദ്യാധരൻ മാഷ്, നമസ്കാരം. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ കൽപ്പാന്തകാലത്തോളം എന്ന് പറഞ്ഞ പാട്ട് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഊർജ്ജമാണ്. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേൾക്കുന്നത് മാഷ് പാടിയ ഒരു വെർഷനാണ്. യൂട്യൂബിലുണ്ടല്ലോ. സൃഷ്ടിച്ച ആൾക്ക് അതിൻ്റെ ഉള്ളു മുഴുവൻ അറിയുള്ളൂ. അപ്പോൾ അവർ പാടിക്കൊടുക്കുന്ന രീതിയിൽ പാടാൻ കഴിവുള്ള ആൾക്കാർ കേട്ടോ. അത് പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാൻ നോക്കത്തില്ല. ഈ മെലഡി ഉണ്ടാക്കുക, ഇൻസ്ട്രുമെൻറ്റിൽ വായിച്ചു കൊടുക്കല്ല, പാട്ട് പാടാൻ കഴിയുന്ന ഒരു കമ്പോസർ. അത് പ്രത്യേകം പറയണം. പാട്ട് പാടിക്കൊടുക്കാൻ പറ്റുന്നൊരു കമ്പോസർ പാട്ട് ഉണ്ടാക്കിയാൽ അത് വേറൊരാൾ റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ ആ സുഖം വരില്ല. കറക്റ്റാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മാഷിനെ പറ്റി പറയാം, ഏകദേശം ഒരു കണക്കെടുത്ത ഒരു 4000-ഓളം പാട്ടുകൾ പലതരത്തിൽ വരും. ഇത്രയും പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴും ആ കൽപ്പാന്തകാലത്തിൽ മാഷെ തളച്ചിടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള മനോഹരവും അതിമനോഹരമായ പാട്ടുകൾ എത്രയോ പാട്ടുകളുണ്ട്. പക്ഷേ ഇത് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഇത്രയും കാലമായിട്ട് സിനിമാ സംഗീതത്തിലോ സംഗീത രംഗത്തോ ഞാൻ നിന്നിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ പാട്ടാണ് ആദ്യത്തെ പാട്ട് കൽപ്പാന്തകാലം. അത് 79 ചെയ്താ, 84 കാണാം. അത് ഇറങ്ങുന്നതിന് മുമ്പ് വീണപൂ ഇറങ്ങി, പിന്നെ അഷ്ടപതി ഇറങ്ങി, പിന്നെയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. പാട്ട് ഈ 4 പാട്ടുകൾ ചെയ്തത് അതിലത്തെ കൽപ്പതാർത്ഥം ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ജനം സ്വീകരിച്ചു. അതിലെന്നെ തളച്ചിട്ടു. അതാണ് സത്യം. അതിനുശേഷം ഉണ്ടായ പാട്ടുകളൊക്കെ ഈ പാട്ടിൻ്റെ കെയർ ഓഫിലാണ് അതൊക്കെ വന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. കൽപ്പതാർത്ഥമുള്ള ഒരു പാട്ട് ജനം സ്വീകരിച്ചു. അത് ആദ്യത്തെ സൃഷ്ടി എൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ പേരിൽ വന്നു. പക്ഷേ അത് വരുന്നതിന് മുമ്പ് ആഗമനം വന്നു, പിന്നെ വീണപൂ വന്നു, അഷ്ടപതി വന്നു. അതൊക്കെ സൂപ്പർ ഹിറ്റുകളായിട്ട് ജനം സ്വീകരിച്ച പാട്ടുകളാണ്. അത് പോട്ടെ. പക്ഷേ കൽപ്പാന്തകാലത്ത് ആ പാട്ടിൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതെ, കറക്റ്റാണ്. ഇന്നും എത്രായിരം പാട്ടുണ്ടാക്കി, എത്ര മനോഹരമായ പാട്ടുകൾ ഭാഷയിലേക്ക് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മള് അന്തം വിടുന്ന തരത്തിലുള്ള പാട്ടുകളുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇത് കൽപ്പാന്തകാലത്തിലേക്ക് എത്തും അവസാനം അല്ലേ. ഇന്നലെയും ഒരാൾ വിളിച്ചു പറഞ്ഞു, പക്ഷേ അപ്പം എന്താ ഞാൻ ചോദിച്ചപ്പോൾ അല്ല ഒന്നുമില്ല, ഞാൻ രാഗതരംഗിണി കേട്ടേ, അതിലെ ഓരോ പാട്ടുകൾ 4 പാട്ട് ആ പൂജാമണിയറൊക്കെ ഞാൻ കേട്ടിട്ട് 4 പ്രാവശ്യം 5 പ്രാവശ്യം കേട്ടിട്ട് എനിക്ക് മതിയായില്ല. എന്നിട്ട് എൻ്റെ ഭാര്യയും കൂടി പറഞ്ഞിട്ട് സുഹൃത്തുക്കൾക്ക് കുറേ ആൾക്കാർക്ക് ഇന്നലെ അയച്ചു കൊടുത്തു. അതേപോലെ പ്രേമഗാനങ്ങൾ വേറെ ഏത് പരിശോധിച്ചാലും ഇല്ലാതാണ് അയാളെ കണ്ടുപിടുത്തം. അതിലൊരു പാട്ട് പോലും
യൂസഫ് കച്ചേരിയാണ് മഹാനായിട്ടുള്ള എഴുത്തുകാരൻ. സിനിമയ്ക്ക് എഴുതിയ പാട്ടുകളെക്കാൾ ഉപരി അർത്ഥതലങ്ങൾ അനവധി ഉണ്ടാകുന്ന ഒരുപാട് നല്ല സമ്പ്രദായത്തിൽ എഴുതിയ പാട്ടുകളാണ്. അത് തരംഗിണിയുടെ ഒരു പ്രേമഗാനത്തിൻ്റെ ലിസ്റ്റിൽ ഒരു ആൽബം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അന്ന് കാസറ്റാ. അതെ അതെ. അത് വീട്ടിൽ നിന്ന് കമ്പോസ് ചെയ്തു. യൂസഫ് കച്ചേരി വീട്ടിൽ കച്ചേരി ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്തത്. അല്ല പക്ഷേ അന്നൊക്കെ ഇത് ഒരുമിച്ചാണോ? അത് എഴുത്തുകാരനും സംഗീതജ്ഞനും ഒരുമിച്ചാണ് ഇരിക്കുക? 10 ദിവസം ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയേ. അത് ശരി അത് ശരി. ആ യൂസഫ് കച്ചേരിയുടെ വീട്ടിൽ അപ്സ്റ്റെയറിൽ ഒരു മുറി എനിക്ക് തന്നു അറ്റാച്ച്ഡ്. അദ്ദേഹം താഴെ ബെഡ്റൂമിലും കുട്ടികളും ഭാര്യയും എല്ലാവരും ഉണ്ടല്ലോ ഇരിക്കുമ്പോൾ എന്നെ ഒരു മുറിയുടെ അവിടെ ഇരുത്തി ഹാർമോണിയൊക്കെ വെച്ചിട്ട് ഞാനവിടെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം രാവിലെ 9 മണിയാകുമ്പോൾ മുകളിൽ കയറും. ഒരു എക്സസൈസ് ഒരു നോട്ട് ബുക്കിൽ ഒരു 200 പേജ് പുസ്തകത്തിൽ ഒരു പാട്ടിൻ്റെ പല്ലവി നമ്മൾ സെലക്ട് ചെയ്യാൻ പോണ 10 പാട്ട് വേണം. 10 പാട്ടുകളിൽ പ്രേമാണല്ലോ. ഒരു പാട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 5-6 പല്ലവികൾ എഴുതുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവിക്കുന്നുണ്ടായിട്ടില്ല. അങ്ങനെ എഴുത്തുകാരായിട്ട് വൈദ്യു സാറും ഒക്കെ കൂടികളാണ്. പക്ഷേ ഇങ്ങനെ അനുഭവത്തിലല്ല. അത് ഒരു 6 പല്ലവി 6 പേജിൽ 4 വരി 4 വരിയായിട്ട് എഴുതിക്കുക. എന്നാൽ അത് നോക്കിയിട്ട് അതിലത്തെ ഒരു പാട്ട് ഏതാണ് നല്ലത് അതെടുക്കുക, സെലക്ട് ചെയ്യാനല്ലേ. ഓ എന്താ പ്രതിഭ അല്ലേ. ആ 6 ബെസ്റ്റാണ്. അവിടെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് വായിച്ചങ്ങനെ തരി നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരെണ്ണം പെട്ടു. സാറേ ഇത് ഗംഭീരമുണ്ട്. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. അഴിച്ചിട്ട കരിമുടിക്കിടയിൽ മിന്നും അഴകുറ്റ നിൻമുഖമായിരുന്നു. അതൊരു അപൂർവ ദർശനമായിരുന്നു. സാറ് അപാരമുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ വിദ്യ ഞാനും അതിൻ്റെ സെലക്ട് ചെയ്താൽ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടുള്ള അതെന്നോട് പറഞ്ഞില്ല. അതങ്ങനെ കണ്ട മാത്രമേ ഞാൻ അങ്ങനെ 10 പാട്ടുകൾ ഇങ്ങനെ 5ഉം 6ഉം പല്ലവികൾ എഴുതി കൊണ്ടുവന്നിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്ത പാട്ട് ഈ 11 പാട്ടും. പിന്നെ അതിന് ശേഷം അത് ഓക്കെ ആയാൽ അതിന് അനുബന്ധം ചരണം എഴുതും. അങ്ങനെയാണ് പാട്ട് വീട്ടിലുണ്ടാക്കി. അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നുണ്ടാക്കി. പൂജാമണിയറ, നെന്മേനി വാഗപ്പൂവോ, വാനിലെ നന്ദിനി മേലെ, എല്ലാ കാലത്തെയും ഹിറ്റാണത്. അമാവാസികളിൽ ഞാൻ പൂർണ്ണചന്ദ്രനെ കണ്ടു. എനിക്ക് നിന്നോട് പ്രണയമാണെന്നും പറയുന്ന എല്ലാവരും. അതേപോലെ തന്നെ അരുമസഖി, അങ്ങനെ എത്ര പാട്ടാണ്. എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ്. ഒരെണ്ണം ഒന്നിനും ബന്ധമില്ല. അത് പ്രേമം തന്നെയാണ് സബ്ജക്റ്റ്. ഈ പ്രേമത്തിന് വിവിധ ഭാഗങ്ങൾ. പ്രേമം വിവിധ ഭാവങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു പ്രേമത്തിന് ഭാര്യയും ഭർത്താവാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അവരെ 2 പേരും ഒരാൾ മനസ്സിൽ നിന്ന് പോവാത്ത തരത്തിൽ സ്നേഹിച്ചു, പിന്നെ അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല ദുഃഖം. പിന്നെ പ്രേമത്തിൻ്റെ നല്ല രീതിയിലുള്ള അനവധി സംഗമ പ്രേമത്തിന് എഴുതാലോ. പ്രേമത്തിൻ്റെ വിവിധ തലങ്ങളാണല്ലേ, അങ്ങനെ എഴുതാം. പക്ഷെ അതിലൊരു പാട്ട് എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാവരും, ചുമ്മാ പറയുന്നെല്ലാവരും, മണിപ്പേഴ്സിൻ്റെ ചടവ് കണ്ട് കഴുകുന്നെല്ലാവരും. ഇത് പാട്ട് എഴുതത്. എനിക്ക് നിന്നോട് അടുപ്പമുണ്ടെന്ന് പറയുന്നെല്ലാവരും, പൊന്നേ പറയുന്നെല്ലാവരും, കടക്കണ്ണിൻ്റെ കറുപ്പ് കണ്ട് കഴുകുന്നെല്ലാവരും. ചിത്ര വരികളിൽ തന്നെ സംഗീതം ഉണ്ടല്ലേ ശരിക്കും. അങ്ങനെ പറഞ്ഞെഴുതുക. അത് പറഞ്ഞപ്പോൾ എന്താ സാർ ഇങ്ങനെ ഈ പാട്ടുകളിൽ ഈ 9 പാട്ടും അതിഗംഭീരയുടെ മെലഡി സുഖം. അല്ല ഇങ്ങനെയല്ല, പ്രേമത്തിന് വിവിധ ഭാവങ്ങളാണ്. അപ്പം ഇങ്ങനൊരു വിഭാഗം ഉണ്ട് സാറേ. ആൾ പറയാം, കല്യാണം കഴിക്കാതെ സ്നേഹിച്ച് പ്രേമിച്ച് നടക്കുന്ന ആൾക്കാർ. പയ്യനെ വാങ്ങണ തൊന്തറോ എന്തിന്, പാല് കുടിച്ചാൽ പോരെ പെണ്ണെ, പാല് കുടിച്ചാൽ പോരെ എന്നാണ്. കരളുകളൊന്നിച്ചാൽ കല്യാണം എന്തിന് തൊട്ടാവാടി പെണ്ണെന്നാണ് എഴുതിയിട്ടുള്ളത്. വളരെ ശരിയാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ പ്രേമത്തിന് വിവിധ ഭാവം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാ അങ്ങനെ കണ്ടത്തിൽ. അങ്ങനെയാവാം. അങ്ങനെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ പാട്ട്. ആ ഓരോ പാട്ടുകൾ ഉണ്ടാകുന്ന അതിൻ്റെ മീനിങ് ഞാനൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഓരോ പാട്ടിൻ്റെ മൂഡും പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ ആശയപരമായിട്ടുള്ള വ്യക്തത നമുക്കുണ്ടാകണം. മനസ്സിലായെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വ്യക്തമായി കൃത്യമാണ് തോന്നിയാലും പാട്ടെടുക്കാറുള്ളൂ. ഇത്ര 1000 പാട്ടുണ്ടാക്കിയിട്ടും ഇന്നും അങ്ങനെയാണ്. പാട്ട് പരിശോധിക്കും, ലിറിക്ക്. ആ നഷ്ടസ്വർഗങ്ങളിലേക്ക് വാക്കിലെ ആഴം ഭയങ്കര എന്താ അതിൻ്റെ ദുഃഖം. അത് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടല്ല ഉണ്ടാക്കിയ.
ശ്രീകുമാരൻ തമ്പി മഹാനായിട്ടുള്ള ആളെ എനിക്കറിയാം. അത് നേരിട്ട് കണ്ടിട്ടില്ല, പേര് അങ്ങനെ എന്നെ വിളിക്കുക, വിദ്യാധരൻ, ഞാൻ തമ്പിയാണ്, ശ്രീകുമാരൻ തമ്പി. ഓ സാറ് നമസ്കാരം. അപ്പോൾ ഞാൻ തൃശ്ശൂർ, ആളും മദ്രാസിലാണ്. അവിടെ ഇവർ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞ് വിരഹ ഗാനമാണ്. അപ്പോൾ അത് യേശുദാസ് വന്ന് നേരിട്ട് പാടണം, വിദ്യാധരൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സൂത്രം ചെയ്യാം. ഞാനൊരു 4 വരി ഒന്ന് എഴുതിത്തോളൂ, ഞാൻ പറയാം. അപ്പോൾ ഞാൻ എഴുതിയെടുത്തു. മറ്റത് ഞാൻ നാളെ രാവിലെ ട്രെയിനിൽ വരുമ്പോൾ അയാളിൽ കൊടുത്തു വിടാം. ദാസ് യേശുദാസ് പാട്ടാണ്, നേരിട്ടല്ലേ, ട്രിവാൻഡ്രത്തല്ലേ, ശരി. അങ്ങനെ നഷ്ടതുർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭക്ത സിംഹാസനം നൽകി. ഓ സാറേ ഗംഭീരമായിട്ടാണ് എന്ന് ഞാൻ പറയും ചെയ്തു. പിന്നെ ഇത് ഈ പാട്ടിൽ ഇത് വെച്ചിട്ടൊരു സംഭവം ഒന്ന് നോക്കിക്കോളൂ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് നോക്കി. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഭയങ്കര ടെൻഷനായി. അവിടെ ചെന്ന് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ട്രെയിൻ പിറ്റേ ദിവസം വൈകുന്നേരം അവിടെ ചെല്ലുമല്ലോ. പിന്നെ അതിന് പിറ്റേ ദിവസം ദാസനം പാടുക. അപ്പോൾ ട്രെയിനിൽ ഈ സാധനം കൈവശം കെട്ടിയിട്ട് ഈ ഇതേ ട്രെയിനിൽ വന്നിട്ട് അയാൾ ഈ കവർ എനിക്ക് തരിക. അപ്പോൾ ആ ട്രെയിനിൽ ഞാൻ കയറുക തൃശ്ശൂരിൽ നിന്ന്. നോക്കിയപ്പോൾ ആ വരി ഉൾപ്പെടെയുള്ള എല്ലാ വരികളും എഴുതിയിട്ടുള്ളത് മൂപ്പര കൈപ്പടയിൽ. അത് മാഷിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ എനിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരാഗ്രഹം. അല്ല, അങ്ങനെയാണ് ആ പാട്ട്. പിന്നെ വളരെ ടെൻഷനോടിയിട്ട് ട്രിവാൻഡ്രം ചെല്ലുന്നതാണ്. എനിക്ക് എപ്പോഴും ബാത്റൂമിൽ പോവുക, എന്നിട്ട് ഈ കടലാസ് ചുറ്റിയോടെ വയ്ക്കുക, പിന്നെ ഇപ്പോൾ 5-20 രൂപ പിന്നെയും പോവുക. അപ്പോൾ ട്രിവാൻഡ്രം എത്താൻ എനിക്ക് സ്വസ്ഥയില്ല. ഈ പാട്ട് യേശുദാസ് പാട്ടില്ല, എന്താ വേണ്ടത്, സൃഷ്ടിയുടെ ഒരു സൃഷ്ടിയുടെ ആകുലത. ആ അങ്ങനെ എന്തിനു പറയണത്. അങ്ങനെ ജനങ്ങൾ സ്വീകരിച്ചു. നല്ലൊരു പാട്ടായി, ജനങ്ങൾ വളരെ തൃപ്തിയുള്ളൊരു പാട്ടായി തീർന്നു. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്തവിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ ദുഃഖത്തിൻ്റെ ഒരു കായലിലേക്ക് നമ്മളെ വലിച്ചെറിയാണ്. എന്താ എൻ്റെ ഒരു അയ്യോ, മനസ്സിൽ പീലി വിടർത്തി നിന്നാടിയ മായാമയൂരമിന്നെവിടെ, കൽപ്പന മഞ്ജുമയൂരമിന്നെവിടെ, അമൃതകുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢപൂജാരി എവിടെ, അകന്നേ പോയി മുകിൽ അലിഞ്ഞേ പോയി, അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി. നഷ്ടസ്വർഗങ്ങളെ. ശരിക്കും മാഷ് ഒരു പാട്ടുകാരനാവാനാണ് ആഗ്രഹിച്ചല്ലേ? കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിലേക്ക് ഒരു യാത്രയൊക്കെ അല്ലേ? അതെ, അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ അതിൻ്റെ ആഗ്രഹം. അന്ന് പക്ഷേ നമ്മൾ ആറാട്ടുപുഴ ആ ഗ്രാമം അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമീണതയല്ലേ, ആ കുട്ടിക്കാലത്ത് എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഈ സംഗീതം? അല്ല, അതങ്ങനെ നമുക്ക് എത്തല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു വിഷയം എന്താണോ നമ്മളിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൽ നമുക്കുണ്ടായിത്തീരുന്നത്. ചിലപ്പോൾ സാഹിത്യബോധമായിരിക്കും, അല്ലെങ്കിൽ കവിയായിരിക്കാം, അല്ലെങ്കിൽ താളത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് ചെണ്ടവാദനം, അല്ലെങ്കിൽ നമ്മുടെ ആ വക കാര്യത്തിലേക്കുള്ള ഒരു താല്പര്യം, നല്ല താളബോധമുള്ള ആൾ, അങ്ങനെയൊക്കെ. ഈ സംഗീതബോധം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടാലൻറ്റ് അത് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളിലൊന്നാണ്. അത് മാഷ് തിരിച്ചറിഞ്ഞു ഒരു ചെറിയ പ്രായത്തിൽ? ചെറുപ്പകാലങ്ങളിൽ ഞാൻ നന്നായി പാടും. സിനിമ പാട്ടുകളാണോ? 5 വയസ്സ് 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ പാടുന്നത് എൻ്റെ അച്ഛനൊക്കെ മനസ്സിലാക്കി. അന്നത്തെ സിനിമ ഗാനങ്ങളല്ലേ? അന്നത്തെ കാലത്ത് കേൾക്കുന്ന പാട്ടുകൾ ദേവരാമേട്ടൻ ചെയ്ത നാടോടി ഗാനങ്ങളും കവിതകളും അതൊക്കെ കേട്ട് അതൊക്കെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ തെലുങ്കിലും തമിഴിലുള്ള പാട്ടുകളുടെ ട്യൂണുകൾ അത് കേട്ട് അത് റിപ്പീറ്റ് ചെയ്യുക. സത്യമേ ലക്ഷ്യമേ കൊള്ളണമെന്നൊക്കെ പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. ജനനി ജയിക്കുന്ന മലയാളം എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് വേദിയിൽ. വേദിയിൽ ജനനി
ജയിക്കാനീണാൾ മലയാളമേ നീ ജയിക്കാനീണാൾ മലയാളമേ. ഇതൊക്കെ ഞാൻ വേദിയിൽ പാടിയിട്ടുണ്ട്. സത്യമേ ലക്ഷ്യമേ കൊള്ള. നമ്മുടെ സംവിധായകൻ അമ്പിളി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് ആ തൃപ്പയാർ ക്ഷേത്രത്തിന് മുന്നിലൂടെ പോകുമ്പോൾ അവിടെ അനൗൺസ്മെന്റ് കേൾക്കുന്നത് അടുത്ത ഗാനം പാടുന്നത് വിദ്യാധരൻ. മാവിൻ്റെ മുകളിൽ കയറുന്നു. അത് ഗാനമേള ആയിരുന്നു അവിടെ? അല്ല, നാടകത്തിൻ്റെ പ്രോഗ്രാമാണ്. അതിന് സംഗീതം ചെയ്തിട്ട് ഞാൻ അപ്പോൾ കഴിയുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാനൊന്നും കാശില്ലാണ്ട് അവിടെ മാവിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറി നിന്നിട്ട് ഇത് കണ്ടു കേട്ട് പോയി. കണ്ടു. വളരെ വിചിത്രമാണല്ലേ ശരിക്കും പറഞ്ഞ, ഒരു സംഗീത സംവിധായകനായിട്ട് ദീർഘദൂരം യാത്ര ചെയ്തിട്ട് ഇപ്പൊ അതൊരു ഗായകനായിട്ട് ഇപ്പം നമ്മൾ ഗായകനായിട്ട് ജനങ്ങളെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ വിളിച്ച് പാടിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് വരെ തരിക നല്ല ഗായകനായിട്ട് 80 വയസ്സിലായി. ശരിയാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ പാട്ടുണ്ടാക്കി 5-6 പടങ്ങളിലെ പാട്ടുകൾ ഫസ്റ്റ് ലാസ്റ്റ് റൗണ്ടിൽ വന്നിട്ട് ഇത് അവാർഡ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവാർഡ് നമുക്ക് മാഷ്കേട്ടാ ഉറപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ കാണുമ്പോൾ അവർ രണ്ടും മിണ്ടാണ്ടിരിക്കുക, അല്ല വേറെ ആൾക്കാർ. അങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള ആളാണ്. പക്ഷേ ഇപ്പം അത് പറയുന്നത് എന്തിനു പറയണം, ഏറ്റവും നല്ല ഗായകനായിട്ടൊരു അവാർഡ് തരുന്നു. എത്ര കൊല്ലം വേണ്ട പറയാം, സംഗീത സംവിധായകനില്ലേ താനും. അതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പൊതുവിഷയം അത്. അതെ, അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ എല്ലാ ഉള്ളിൽ കൂടുതൽ ക്രൈസ് എന്നെക്കുറിച്ച് മനസ്സിലാക്കാനും എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കേൾക്കാനൊക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യം. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു സംഭവക്കാരനാണ്. പിന്നീട് അത് കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ മന്ത്രിസഭയിൽ മിനിസ്റ്റേഴ്സ് തമ്മിൽ ചർച്ചയും തമാശയൊക്കെ തുടങ്ങിയപ്പോൾ മാഷക്ക് സംഗീതം കൊടുത്തിട്ടില്ലേ? ഇല്ലേ, കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ തമ്മിൽ അതൊരു ഭയങ്കര എന്നാൽ പിന്നെ മറ്റതും കൂടെ കൊടുത്തോ, അത് മാഷ പേര് വയ്ക്കുന്ന പറഞ്ഞിട്ട് മിനിസ്റ്ററോടൊക്കെ പറഞ്ഞത്. ആ മിനിസ്റ്റർമാർ ശരിയാ ആണ് വയോസേവന പുരസ്കാരം പറഞ്ഞിട്ട് എനിക്ക് ഒരെണ്ണം തന്നു കേരള ഗവൺമെൻറ്. 1 ലക്ഷം ഉറുപ്പിയുണ്ട്. അതെനിക്ക് തന്നു. അത് തന്നിട്ട് അതിലൊക്കെ മലപ്പുറം തിരൂർ കുന്നച്ചപ്പറമ്പിൻ്റെ അടുത്തുള്ള ടൗൺ ഹാളിൽ വെച്ചാൽ അത് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ അനുവദിച്ചത് നല്ല ഗായകൻ്റെ അവാർഡ് തരാൻ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ്. 80ാമത്തെ വയസ്സിലല്ലേ? അല്ല, അത് വയസ്സിനെ കുറിച്ച് പറയുന്നതല്ല. അപ്പോൾ ഈ സമയത്താണ് അത് തന്നെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ സമയം പ്രായമായതുകൊണ്ട് അത് മോശമായി എന്നൊക്കെ അവർക്ക് തോന്നിയപ്പോൾ അതും കൂടി തരാൻ വേണ്ടി തന്നാ. ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. ഈ സിനിമ മാഷിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നാമത്തെ വിഷയമായിരുന്നില്ല അല്ലേ സിനിമ? ഇന്നുമല്ല, കാരണം എല്ലാ ആവശ്യമായിട്ട് വിളിക്കും. അങ്ങനെ ചെയ്ത സിനിമകളേ ഉള്ളൂ. അതെ. ഇപ്പം പാദമുദ്ര എന്നുള്ള സിനിമ നോക്കിയാൽ അതിലത്തെ ഒക്കെ ഓരോന്നിനും പ്രത്യേകതകളാണ്. ഒരു സിനിമയിൽ കുറച്ച് പാട്ടിലാക്കാതല്ല, എന്താണോ സിനിമയുടെ പ്രമേയം പറയുന്നത്, സിനിമയ്ക്ക് എന്താണോ ആവശ്യം, ആ സിനിമയ്ക്ക് ഇന്നമാതിരിയുള്ള പാട്ടുകൾ നോക്കണമെങ്കിൽ അതിപ്പോൾ ചെയ്യണേ ഇന്ന ആൾ മതി എന്ന് തീരുമാനിക്കുന്ന അവരാ, നമ്മളല്ല. അച്ചോട്ടൻ്റെ വീട് ബാലചന്ദ്രൻ്റെ 20ാമത്തെ സിനിമ, ആ ഒരു പാട്ട് അതിലുള്ളൂ. ചന്ദ്രമുളകുന്ന പൂന്തോട്ടം. അത് ഒരു അച്ഛൻ വീട് വയ്ക്കാൻ ഭയങ്കരമായിട്ട് ആലോചിച്ച് നടന്നത് നട്ടന്നിരുന്നൊരു സമയമാണ് അച്ചോട്ടൻ പറഞ്ഞ ആൾ. അപ്പോൾ ആ വീട്ടിൽ 3 പെൺകുട്ടികളും അങ്ങോട്ട് താമസിക്കുന്നിടത്ത് അവർ സന്ധ്യാനേരത്ത് നാമയിരുന്നതായിട്ടൊരു പാട്ട് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ആ അച്യുതൻ കേശവൻ രാമനാണെന്നുള്ള ഒക്കെ അങ്ങനെ പാട്ട്. ആ പാട്ട് പോലെ വേറെ പാട്ടില്ല. ആ സിനിമയ്ക്ക് ആ പാട്ട് ആവശ്യമുള്ളൂ. ഓരോന്നിനും ഓരോ സ്വഭാവമാണല്ലേ? ഓരോന്നിനും സ്വഭാവമുണ്ട്. അപ്പോൾ പാദമുദ്രടുത്ത് ഭജന, ആ ഭജനയായിട്ടുള്ള പാട്ട് പറയട്ടെ, ഒരു സിനിമയില്ല. അപ്പം പ്രമേയത്തിന് ശക്തി ഇന്നമാതിരി വരുമ്പോൾ സാധാരണ എല്ലാ പാട്ടുകളും എന്തുമാതിരി ഉണ്ടാക്കാതെ ആർക്കും എന്ത് മൂട്ടിലും പാട്ടാക്കാറോ, അനവധി പാട്ടുകൾ വരില്ലേ. പ്രത്യേകിച്ചുള്ള പർട്ടിക്കുലറായിട്ടുള്ള ചില പ്രമേയം, അതിലേക്ക് പാട്ടുകൾ വേണമെങ്കിൽ ഇന്നമാതിരി പാട്ട് നിൽക്കണം, ഇന്നാൾ ചെയ്താമെന്ന് തീരുമാനിച്ചവരല്ലേ. അങ്ങനെ തീരുമാനിച്ച സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പാട്ടിൻ്റെ മാഷ പറഞ്ഞാൽ പാട്ടിൻ്റെ എണ്ണത്തിലല്ല, നമ്മുടെ ചെയ്യുന്ന കാര്യം 10 സിനിമയുള്ള അല്ലെങ്കിൽ 25 സിനിമയുള്ള 2500 സിനിമയേക്കാൾ കൂടുതൽ വലിപ്പമുണ്ട് ആ പാട്ടുകൾ. സിഗ്നേച്ചറുകളാണ്, ഓരോ സിഗ്നേച്ചറുകളാണ്. അങ്ങനെ അതിന് പകരം വയ്ക്കാൻ വേറെ പാട്ടില്ലല്ലോ. പമ്പലമില്ലാതെ എന്നുള്ള ആൽത്തറയും വാഴും ഓങ്കാരം കുറച്ച് വെച്ചിട്ടുള്ള വേറെ പാട്ട് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ചന്ദ്രമുളകുന്ന പൂന്തോട്ടം, പാടുവാനേ ഒന്നിന് പടിവാൻ നിൽക്കൽ, അതൊക്കെ ഒരു പ്രത്യേക നിമിഷങ്ങളിൽ ആ സിറ്റുവേഷൻ ഉണ്ടാവണം. അത് അങ്ങനെയുള്ള യോഗ്യന്മാർ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് പറ്റിയ അവസരം. ധാരാളം സിനിമകൾ ചെയ്യുന്നു, പല കമേഴ്ഷ്യൽ സിനിമകളും. അതിനൊക്കെ അതൊന്നും എന്നെ ചെയ്യിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് അന്വേഷിക്കാറില്ല. ഒരു സിനിമയുടെ പാട്ടുണ്ടാക്കാൻ നമുക്കൊരു സെറ്റപ്പ് ചെയ്യാം, നമുക്ക് പടം ചെയ്യട്ടെ, 2-3 പാട്ട്
ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇല്ല, ഇല്ല. ഞാൻ ചോദിച്ചിട്ടില്ല, ആരും എന്നെ സമീപിച്ചിട്ടുമില്ല. എന്നെ സമീപിക്കുന്നതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ കണ്ണ് നട്ട് കാത്തിരുന്നിട്ട് അത് അതെങ്ങനെയാ, അതിൻ്റെ പിന്നമ്പുറ കഥ എങ്ങനെയാ? അത് പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് പോയിട്ട് പറ്റാത്തൊരു സമയത്ത് ഉം. ഒരു സിനിമ ടി വി ചന്ദ്രൻ്റെ ഒരു സിനിമയാണ്, ഓ ആ ഇന്ദ്രൻസ് അഭിനയിക്കുന്ന സിനിമ. അപ്പോൾ അതിൽ എം ചന്ദ്രനാണ് സംഗീതം ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിൽ പ്ലാൻ ചെയ്തു, കഥയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറയുന്ന കഥാപാത്രം പാടുന്നൊരു പാട്ട് ഇന്ദ്രൻസ് പാടുന്നതായിട്ട് ഫീൽ ചെയ്യാൻ വേണം. അത് ഗിരീഷ് മുത്തശ്ശേരിയെ കൊണ്ട് എഴുതിച്ചപ്പോൾ അത് എംബിയുടെ എഴുതുകയും ചെയ്തു. ആ കഥാപാത്രം സിനിമ കണ്ടവർക്കറിയാം അയാളുടെ സ്വഭാവം. അയാൾ പാടുന്നതായിട്ട് പാട്ടാണ് വേണ്ട, അപ്പോൾ അത് ആ ശബ്ദമായിട്ട് മാച്ചാവണ്ടേ. അപ്പോൾ നോക്കിയപ്പോൾ ടി വി ചന്ദ്രനും ഗിരീഷ് മുത്തശ്ശേരിയും ഇവരൊക്കെ കൂടിയിട്ട്, എനിക്കറിയില്ല ആരാ തീരുമാനിച്ചത്, ജയചന്ദ്രൻ എന്നെ വിളിച്ചു. ഞാൻ കുട്ടനാൾ വിളിച്ചവനാണ്. പക്ഷേ ഞാൻ കുട്ടനാ എന്താ പറഞ്ഞാൽ നമുക്ക് ഇന്ദ്രൻസിന് വേണ്ടി ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഷ് പാടുന്ന അഭിപ്രായമുണ്ട്. മാഷൊന്ന് എനിക്ക് പാടിത്തരുമോ? ഞാനോ എന്ന് ചോദിച്ചാൽ, അപ്പം മാഷ് പാടണം, മാഷ് പാടിത്തരണം. അത് ഞാൻ വരാം, എപ്പോഴാണ് വേണ്ടത്, മാഷിന് സൗകര്യമുള്ള സമയത്തൊന്നുള്ളൂ. SS ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞു. ശരി, ഞാൻ നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അങ്ങനെ പാടി അങ്ങനെ ഉണ്ടാക്കി പാടിയ പാട്ടാണ്. അപ്പോൾ അവൻ എൻ്റെ നേച്ചറും എൻ്റെ ശാരീരിക നിലവാരം, ഞാൻ പാടിയാൽ ആ വകുപ്പ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇവിടുത്തെ സംഗീത സംവിധായകന്മാർക്ക് ആർക്കും ആ നേച്ചറില്ല. ഉള്ള കാര്യം പറയണോ, ഞാൻ എന്താണ്, എൻ്റെ രീതി എന്താണ്, ഞാൻ എങ്ങനെയായിരിക്കും പാടുക, പാടിയാൽ അതിൻ്റെ ഫീലിംഗ് എന്താണ്, ഇതൊക്കെ നല്ലോണം അറിയാം. കാരണം ഞാൻ പാടിച്ചിട്ടവനേ വേറെ പാട്ടുകൾ ഞാൻ പാടിച്ചിട്ടില്ല. ആ സെലക്ഷൻ വളരെ കറക്റ്റായിരുന്നു. ഇന്ദ്രൻസ് കറക്റ്റ് ഇന്ദ്രൻസ് തന്നെ. അല്ലാതെ അതാ കുട്ടനെ അറിയാലോ. അപ്പം എന്നെക്കുറിച്ചുള്ള കാര്യം നല്ലോണം അറിയുന്ന ഒരാളായിരുന്നു അവൻ. അതുകൊണ്ടാണ് ഈ നേച്ചറിലേക്ക് പാട്ടുണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവണം, അതുകൊണ്ട് ഇങ്ങനെ പാട്ടുണ്ടാക്കിയേ എന്നാണ് എൻ്റെ കണ്ടത്തിൽ. അത് 100% ശരിയാണെന്ന്. ഞാൻ പാടുമ്പോൾ മറ്റുള്ള വേറെ ടൈപ്പ് ഒരു പാട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്ദ്രൻസ് പാടുന്നതായിട്ട് ഇങ്ങനൊരു സംഗതി പാടുമ്പോൾ അതിലേക്ക് ചേരുകയും വേണം, എൻ്റെ ശബ്ദമായിട്ട് മാച്ചാവും വേണം. 100% ശരിയായി. ശരി കറക്റ്റ്. 4 പേര് നമ്മുടെ ഭാവകാരൻ ചേട്ടനുണ്ട് പാടി. പക്ഷെ അതല്ല ആൾക്കാർക്ക് ഇഷ്ടം ഇതാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പാട്ടുകാരൻ എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ നമ്മൾ ആഗ്രഹിച്ചു അങ്ങനെ ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഗുരുദാസനോട് പറഞ്ഞിട്ടുണ്ട്, എടാ ശബ്ദമല്ല പ്രധാനം, ശബ്ദം സെക്കൻഡറിയാണ്. നേരെ പക്ഷേ ആ ശബ്ദം കേട്ടോ മനസ്സിലായി. പാട്ട് പാടുമ്പോഴേ എന്താണ് പാട്ട്, എങ്ങനെയാണ് പാടേണ്ടത്, എന്താണ് അതിൻ്റെ ആശയം, ആ മെലഡി എന്ത് പറയുന്നു, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് ഉൾക്കൊണ്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ അംശങ്ങളും മനസ്സിലാക്കിയിട്ട് പാടാൻ ശ്രമിക്കുക. അതാണ് ഒരു പാട്ടുകാരനും പാട്ടുകാരി ചെയ്യേണ്ടത്. ശബ്ദം പ്രധാനമല്ല, എങ്ങനെ പാടുന്നു, എന്താണ് പാടുന്നത്, ആ വിഷയം ജനങ്ങൾ ബോധ്യപ്പെടുക. കേൾക്കാൻ കൊള്ളാവുന്നൊരു ശബ്ദമുണ്ടായാൽ കൊള്ളാം എന്നാ പറഞ്ഞത്. 100% ശരിയല്ലേ? ശരിയാണ്. അയ്യോ, അതിന് വലിയ ആരും പറയാത്താണ്. അതിലൊരു വലിയ ഒരാളും പറയില്ല. അത് വളരെ 100% ആ കണ്ടത്തിൽ എളുപ്പമല്ല. എല്ലാവരും ശബ്ദഭംഗി മാത്രമാണ് പറയുള്ളൂ. കാര്യം അതല്ല, ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം അങ്ങനത്തെ ഒരാളായിരുന്നു. അതേപോലെ ഒരാൾ കൂടി ഇല്ല, ഉണ്ടാവാനും ഇല്ല. അതാണ് ആ വലിപ്പം. അപ്പം അങ്ങനൊരു ഗുരുനാഥനെ കൊണ്ട് എന്നെ രംഗത്തേക്ക് വിളിച്ചു വരുത്തുക, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എൻ്റെ ജീവിതത്തിൽ ഈ രംഗത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ബോധം ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരു, എൻ്റെ മാനസ ഗുരുവല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ലാന്ന് ഇന്നും മനസ്സാ സ്മരിച്ച് ജീവിക്കുന്ന ആളാണ്. ആ ഒരു ബ്ലെസ്സിങ്ങാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെയ്യാറ്. അനുഗ്രഹം. അത് 100% ശരിയാണ് താനും. എങ്ങനെ കുറ്റം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നേരെ മഷോളം ഈ രീതിയിൽ സാഹിത്യത്തെയും സംഗീതത്തെയും ഇത്ര കണ്ട് പരസ്പരം ബഹുമാനിച്ച് 50-50% ഉള്ള ആൾ. കവിത 50 ആണെങ്കിൽ സംഗീതം 50, അല്ലെങ്കിൽ കവിത 100 ആണെങ്കിൽ സംഗീതം 100. ഇത് 100 ചേർന്ന ഒരാൾ വേറെ ഇല്ല. വേറൊരാൾ അങ്ങനെയല്ല. സാഹിത്യം 50, സംഗീതം 75, സാഹിത്യം 15, സംഗീതം 25.
സംഗീതം 50, സാഹിത്യം 10. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ളൂ. സാഹിത്യം 100, സംഗീതം 100. 100. അങ്ങനെ പറയാവുന്ന ഒറ്റ ആളല്ലോ ഇങ്ങനെ. ദേവരാജ് മാഷ്. പിന്നെ അതുപോലെ അതുപോലെ തരംഗിണിയുടെ തന്നെ ഗ്രാമീണ ഗാനങ്ങൾ അല്ലേ, മുല്ലനേഴി മാഷായിട്ടുള്ള. എന്നാ മുല്ലനേഴി മാഷ് പറയാതിരിക്കാൻ പറ്റില്ല. മുല്ലനേഴി മാഷ് മലയാളത്തിൻ്റെ രീതിയിൽ മാറാതെ, വേറൊരു ഭാഷ പറയാതെ സ്വന്തമായി ഉണ്ടാക്കിയ പാട്ടുകൾ എനിക്ക് നല്ല ഭാഗ്യമുണ്ടായിട്ട്. അങ്ങനെയായിട്ട് ഒരു ലോകം മുഴുവൻ കേൾക്കുന്ന തരത്തിലുള്ള പാട്ട്, ഒരു 10-12 പാട്ട് തരംഗിണിയുടെ ആദ്യ ഗ്രാമീണമാണ്. പുഞ്ചവയൽ യേശുദാസ് പാടിയിട്ടുണ്ടാക്കുന്ന പാട്ട്. അന്ന് ചിത്രപാട്ട് കാര്യമായിട്ട് വന്നിട്ടില്ല, പാടും. അത് ഏത് ഇയറിലാണ് പക്ഷേ പുഞ്ചവയൽ ഇറങ്ങുന്നത്? അത് 84, 87 തോന്നും. 87, 87, 82, 83 പുഞ്ച ഗ്രാമീണങ്ങളാണ് ഇറങ്ങുന്നത്. അത് ഈ വീണവ് ഇറങ്ങിയ പിറ്റേ കൊല്ലം അന്നിറങ്ങിയത്. അതിലെത്ര പാട്ടാണ്, എല്ലാ ഹിറ്റാണ്. അതാണ് മുല്ലനായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വർക്ക്. പിന്നെ ഒരുപാട് ദൂരദർശനും ഓളത്തിലടിക്കൊക്കെ ഒരുപാട് പാട്ടിനായിട്ട് വേറെ പടത്തിനുണ്ട്. 2-3 പടത്തിന് വേറെ എഴുതില്ല, എനിക്ക് ഓർമ്മ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ആഗ്രഹം കൂടി ഉണ്ട്, അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കും. മാഷ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആ പറഞ്ഞതിലേക്ക് എത്താണ്, കൽപ്പാന്ത കാലത്തിലേക്ക് എത്തി ഒരു 2 വരി പറയാം. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും, കല്യാണരൂപരാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും, കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ, കൺമത പൂവിടർന്നാൽ കളി വീഴുന്നൊരുക്കുന്ന, കന്മത പൂവിടർന്നാൽ കളി വീഴുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. വിദ്യാധര സംഗീതം ഇനിയും മുഴങ്ങട്ടെ. നന്ദി.